Good morning to everyone. Welcome back to English Shine Academy. Today is the 9th day of our spoken English course. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ 9ാമത്തെ ദിവസമാണ് ഇന്ന്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈസ് എം ആർ. എന്താണ് ഈസ് എം ആർ? എന്താണ് ഈസ് എം ആർ? എവിടെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്? നമ്മുടെ 100 ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. ഇതിന് കാരണം ഈസ് എം ആർ, ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് ദ ബേസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയുടെ ബേസ്, അടിത്തറയാണ് ഈസ് എം ആർ. ഈസ് എം ആർ അറിഞ്ഞില്ലെങ്കിൽ വി കനോട്ട് സ്പീക്ക് വെരി വെൽ. എന്താ നോക്കാം? ഈസ് എം ആർ. ആദ്യം ഇതിൻ്റെ അർത്ഥം എന്താ നോക്കാം. ഈസ് എം ആർ എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നർത്ഥം. എന്താണ്? ആകുന്നു അല്ലെങ്കിൽ ആണ്. ആകുന്നു അല്ലെങ്കിൽ ആണ്. ഫോർ എക്സാമ്പിൾ, ഐ ആം എ ഡോക്ടർ. എന്താണ്? ഐ ആം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ ആകുന്നു എന്നർത്ഥം. ഓക്കെ, ഈസ് എം ആർ. ആകുന്നു എന്ന് പറയാം, ആണെന്നും പറയാം. ഇനി രണ്ടാമത്തത്, ഈസ് എം ആർ ഈക്വൽ ടു ബി. ബി. ചിലർക്കൊക്കെ ബി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വെറുപ്പാണ്. ഞാനൊക്കെ സ്കൂൾ പഠിച്ച സമയത്ത് ഈ ബി, അതുപോലെ തന്നെ BEEN, അതുപോലെ തന്നെ BEING, ഈ 3 വേർഡ് കാണുമ്പോൾ തന്നെ വെറുപ്പാണ്. പിന്നെ പഠിച്ച് വന്നപ്പോഴല്ലേ മനസ്സിലായത് ഇതൊക്കെ വളരെ സിമ്പിളായിരുന്നു എന്ന്. നമുക്ക് നോക്കാം, എന്താ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഈസ് എം ആർ. ഇന്നത്തെ വീഡിയോ പ്ലീസ് ലിസൺ ടു ദ വീഡിയോ വെരി കെയർഫുള്ളി. ഇന്നത്തെ വീഡിയോ വളരെ കെയർഫുള്ളി നിങ്ങൾ കാണണം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഈസ് എം ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്നാണ്. എന്താ പറഞ്ഞ് ഈസ് എം ആർ ഈസ് കോൾഡ് വാട്ട്? ബി. എന്ന് വെച്ചാൽ ബി എന്ന് പറയുന്നത് എന്താണ്? ഈസ് അല്ലെങ്കിൽ എം അല്ലെങ്കിൽ ആറിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഈസ് എം ആറിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എം ആർ. ബി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം ഈസ് എം ആർ. ബി ഈസ് എം ആർ. ബി ഈസ് എം ആർ. ബി ഈസ് എം ആർ. അപ്പോൾ ബി എന്താണ്? ഈസ് എം ആറിനാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. ബി ഫാമിലി എന്ന് പറയും. എന്താണ്? ബി ഫാമിലി. ഈ ബി ഫാമിലിയിൽ എത്ര ആൾക്കാരെന്ന് പറയുമോ? 8 ആൾക്കാരുണ്ട്. 8 മെമ്പേഴ്സ്. എത്രയാണ്? 8 മെമ്പേഴ്സ്. ദെയർ ആർ 8 മെമ്പേഴ്സ് ഇൻ ബി ഫാമിലി. ബി ഫാമിലി എത്ര ആൾക്കാരുണ്ട്? 8 ആൾക്കാരുണ്ട്. ഈ 8 ആളെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഗോ എന്താണ്? ഗോ വെർബ് ഫസ്റ്റ് ഫോം ആണ്. വെർബ്. ഓക്കെ, വെർബ് ഫസ്റ്റ് എന്താണ്? വെർബ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം. വെർബ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം ആണ്. പ്രസൻറ്റ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം എന്ന് പറയാം. പ്രസൻറ്റ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം. വെർബ് സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ഫോം. വെർബ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോം. ഓക്കെ, ഈ പ്രസൻറ്റ് ഫോം പാസ്റ്റ് ഫോം എന്ന് കേൾക്കുമ്പോൾ ഇത് സിമ്പിൾ പ്രസൻ്റ് ആണോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിക്കരുത്. കാരണം സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒക്കെ സെൻറ്റൻസിനെയാണ് പറയുന്നത്. സെൻറ്റൻസ്. ഇത് സെൻറ്റൻസ് അല്ല, ഇതൊരു വേർഡാണ്. ഓക്കെ, വേർഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയും? വെർബ് ഫസ്റ്റിന് എന്ന് പറയും പ്രസൻറ്റ് ഫോം. വെർബ് സെക്കൻഡിന് പാസ്റ്റ് ഫോം. ഓക്കെ, വെർബ് തേർഡ് ഫോം പെർഫെക്റ്റ് ഫോം. എന്താണ്? പെർഫെക്റ്റ് ഫോം. ഇത് നമ്മുടെ തേർഡ് വീഡിയോയിൽ ഞാൻ കുറച്ച് വെർബ്സ് തന്നിട്ടുണ്ട്. വെർബ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതിൽ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണണം. ഓക്കെ, ഒന്നുകൂടി. വെർബ് ഫസ്റ്റിന് നമ്മൾ പ്രസൻറ്റ് ഫോം എന്ന് പറയും. വെർബ് സെക്കൻഡിന് പാസ്റ്റ് ഫോം എന്ന് പറയും. വെർബ് തേർഡിന് നമ്മൾ പറയും പെർഫെക്റ്റ് ഫോം എന്ന് പറയും. പെർഫെക്റ്റ്. ഇതിന് ഒരു പേര് കൂടി ഉണ്ട്. അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി നാലാമതാണെന്ത്? കണ്ടിന്യൂസ് ഫോം. ഓക്കെ, കണ്ടിന്യൂസ് ഫോം. ING ഫോം. ഓക്കെ, ING ഫോം, കണ്ടിന്യൂസ് ഫോം. ഫിഫ്ത്ത് ഫോം ഉണ്ട്. അതിന് നമ്മൾ പറയും സിംഗുലർ ഫോം. എന്താ പറയുക? സിംഗുലർ ഫോം എന്ന് പറയും. അപ്പോൾ ഒന്നും കൂടി,
വെർബ് ഫസ്റ്റിന് നമ്മൾ പ്രസൻറ്റ് ഫോം എന്ന് പറയും, വെർബ് സെക്കൻഡിന് പാസ്റ്റ് ഫോം എന്ന് പറയും, വെർബ് തേർഡിന് പെർഫെക്റ്റ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് പറയാം പെർഫെക്റ്റ് ഫോം. ഓക്കെ. വെർബ് ഫോർത്തിന് പറയും കണ്ടിന്യൂസ് ഫോം, ing ഫോം, കണ്ടിന്യൂസ് ഫോം. വെർബ് ഫിഫ്ത്തിന് പറയും സിംഗുലർ ഫോം. ഓക്കെ. ഇനി അടുത്തത് ഗോ. എല്ലാവർക്കും അറിയാം ഗോ എന്താണ്. ഗോ എന്താണ്? പോവുക. ഗോ എന്താണ്? വെർബ് ഫസ്റ്റ് ഫോമാണ്. അതിൻ്റെ സെക്കൻഡ് ഫോമാണ് വെൻറ്റ്, പോയി. ഓക്കെ. തേർഡ് ഫോമാണ് ഗോൺ, GONE, ഗോൺ, പോയിട്ടുണ്ട്. ജസ്റ്റ് കംപ്ലീറ്റഡ് എന്നാണ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കംപ്ലീറ്റഡ്. ഓക്കെ. ഗോൺ എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്. ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ഫോം. ഗോസ് എന്ന് പറഞ്ഞാലോ സിംഗുലർ ഫോമാണ്, SES ഫോം, സിംഗുലർ ഫോം. ഷീ ഗോ എന്ന് പറയില്ല, ഷീ ഗോസ്. ഓക്കെ. കാരണം സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് ഫിഫ്ത്ത് ഫോം ഉപയോഗിക്കണം. ഓക്കെ. ഇത് നമ്മൾ പഠിക്കും, നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ. ടെൻസ് പഠിക്കുമ്പോൾ പഠിക്കാം. ഒന്നുകൂടി. ഗോ എന്താണ്? ഫസ്റ്റ് ഫോം പോവുക, സെക്കൻഡ് ഫോം പോയി, തേർഡ് ഫോം പോയിട്ടുണ്ട്, ഫോർത്ത് ഫോം കണ്ടിന്യൂസ് ഫോം, ഫിഫ്ത്ത് ഫോം സിംഗുലർ ഫോം. ഓക്കെ. അപ്പോൾ ഇത് ക്ലിയർ ആണ്. ഈ ഗോൻ്റെ സംഭവം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ BA ഒന്ന് ശരിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. BA ഒന്ന് ശരിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോ എക്സാമ്പിളായിട്ട് തന്നത്. ഒന്ന് നോക്കാം. നെക്സ്റ്റ് ഇനി നമുക്ക് കിടക്കാം ബി. എന്താണ്? ബി ഫാമിലി. ഞാൻ പറഞ്ഞു ബി ഫാമിലിയിൽ എത്ര ആൾക്കാരുണ്ട്? 8 ആൾക്കാരുണ്ട്. എത്ര? 8 ആൾക്കാരുണ്ട്. 8 മെമ്പേഴ്സ്. അതിൽ ആദ്യത്തെ മെമ്പേഴ്സാണ് ഈസ്, ആം, ആർ. 3 പേരായി. ഇതൊക്കെയാണ് ഈസ്, ആം, ആർ. ഈസ്, ആം, ആർ എന്ന് പറഞ്ഞാൽ ആകുന്നു അല്ലെങ്കിൽ ആണ്. ആണ്. പ്രസൻറ്റ് ഫോം ആണ്. എന്താണ്? വെറും ഫസ്റ്റ് ഫോം, പ്രസൻറ്റ് ഫോം. ഇത് നമ്മൾ ബി കൊടുക്കാം, ബി. ഓക്കെ. ബി എന്ന് പറയുന്നത് എന്താണ്? ഈസ്, ആം, ആർ. ഈസ്, ആം, ആർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മൈൻഡിൽ വരണം ഈസ്, ആം, ആറിൻ്റെ മറ്റൊരു പേരാണ് ബി. എന്താണ്? ഈസ്, ആം, ആറിൻ്റെ യഥാർത്ഥ പേരാണ് ബി. ബി എന്ന് പറയുന്നത് യഥാർത്ഥ പേരാണ് ആരുടെ? ഈസ്, ആം, ആറിൻ്റെ. ഇനി ഈ ബീൻ്റെ പാസ് ഫോം എന്ന് വെച്ചാൽ ഈസ്, ആം, ആറിൻ്റെ പാസ് ഫോമാണ്, വെർബ് സെക്കൻഡ് ഫോമാണ് വാസ്, വേർ. പാസ് ഫോം വാസ്, വേർ. വാസ്, വേർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിരുന്നു എന്നർത്ഥം. എന്താണ്? ആയിരുന്നു. വാസ് സിംഗുലറിന് ഉപയോഗിക്കുക, വേർ എന്താണ്? പ്ലൂറൽ ഫോമിന്. അപ്പോൾ ഇവിടെയോ? ഇവിടെ എങ്ങനെയാണ്? ഈസ് സിംഗിൾ, ആം എപ്പോഴും ഐൻ്റെ കൂടെ, ആർ പ്ലൂറൽ ഫോം. ഈ മൂന്നിനും കൂടി നമ്മൾ എന്ത് പറയും? പറയും ബി ഫോം. ബീൻ്റെ പാസ് ഫോം അല്ലെങ്കിൽ ഈസ്, ആം, ആറിൻ്റെ പാസ് ഫോമാണ് വാസ്, വേർ. ആയിരുന്നു. എന്താണ്? ആയിരുന്നു. ഓക്കെ. ഇനി ബീൻ്റെ തേർഡ് ഫോം, ബീൻ്റെ പെർഫെക്റ്റ് ഫോം അല്ലെങ്കിൽ ഈസ്, ആം, ആറിൻ്റെ പെർഫെക്റ്റ് ഫോമാണ് എന്ത്? ബീൻ എന്ന് പറഞ്ഞാൽ ആയിട്ടുണ്ട് എന്നർത്ഥം. എന്താണ്? ആയിട്ടുണ്ട്. ഈസ്, ആം, ആർ ആകുന്നു, വാസ്, വേർ ആയിരുന്നു, ബി എന്ന് പറഞ്ഞാൽ ആയിട്ടുണ്ട് എന്നർത്ഥം. ഗോൺ എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ. ആകുന്നു, ആയിരുന്നു, ആയിട്ടുണ്ട്. ഇനി BING എന്നാണ്? ബി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫോമാണ്. എന്തിൻ്റെ? ഈസ്, ആം, ആറിൻ്റെ അല്ലെങ്കിൽ ബീൻ്റെ കണ്ടിന്യൂസ് ഫോമിനാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ഗോൻ്റെ കണ്ടിന്യൂസ് ഫോം എന്താണ്? ഗോയിങ് അല്ലേ? ഗോൻ്റെ കണ്ടിന്യൂസ് ഫോം ഗോയിങ്. അതുപോലെ ഈസ്, ആം, ആറിൻ്റെ കണ്ടിന്യൂസ് ഫോം ബീയിങ് എന്ന് വെച്ചാൽ ബീൻ്റെ കണ്ടിന്യൂസ് ഫോമിലാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈസ് എന്താണ്? ഈസ് സിംഗുലറാണ്, ഫിഫ്ത്ത് ഫോം എന്ന് വെച്ചാൽ ഈ ഈസ്, ആം, ആറിൽ ഈ 3 വേർഡിൽ നിന്നും ഈസ് എന്തായി? ഈസ് ഇവിടെ പോയി. ഈസ് ഇവിടെ പോയി, സിംഗുലർ ഫോമിൽ പോയി. ഓക്കെ. സോ സിംഗുലർ ഫോം ഈസ്, ഫിഫ്ത്ത് ഫോം. അപ്പോൾ ഒന്നുകൂടി ഇനി നമുക്ക് പരിചയപ്പെടാം. എന്താണ്? ബി ഫാമിലിയിൽ 8 പേരില്ലേ? ഏതൊക്കെയാണ്? ആദ്യം 1 ഈസ്, 2 ആം, 3 ആർ, 4 വാസ്, 5 വേർ, 6 ബീൻ, 7 BEING. അപ്പം 8ാമത്തെ ആരാണ്? ഇതല്ല കേട്ടോ. 8 ഇതല്ല, കാരണം ഇത് ഇവിടെ വന്നു, ഈസ് വന്നു. ഓക്കെ. ഇവിടെ വന്നു. 8ാമത്തെ സ്വന്തമാണ്. 8ാമത്തെ എന്താണ്? സ്വന്തം. ബി ഉണ്ട്, ബി. ഓക്കെ. മൊത്തം 8 പേരായി ബി ഫാമിലി. ബി ഫാമിലി അറിഞ്ഞിരിക്കണം. ബി ഫാമിലി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ്, ആം, ആറിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ബീൻ്റെ പാസ് ഫോം അല്ലെങ്കിൽ ഈസ്, ആം, ആറിൻ്റെ പാസ് ഫോമാണ്
വാസ് വേർ. ഓക്കെ, ആ ബീൻ്റെ തേർഡ് ഫോമാണ്, പെർഫെക്റ്റ് ഫോമാണ് ബീൻ, ആയിട്ടുണ്ട്. എന്താണ് ആയിട്ടുണ്ട്? ing ഫോം ബീയിങ്, ക്ലിയർ? സിംഗുലർ ഫോം ഈസ്. ഇന്ന് നമ്മൾ ഈസ് ആം ആറിൻ്റെ വെറും ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് എടുക്കുന്നത്, വെറും ഒരു ഇൻട്രൊഡക്ഷൻ. അതിന് കാരണം പലർക്കും ഈസ് ആം ആറിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് അറിയില്ല. കാരണം ഈസ് ആം ആറിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. എന്താണ്? ഈസ് ആം ആറിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്നതും ബീനെയാണ് നമ്മൾ ഈസ് ആം ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് ആം ആർ എന്ന് പറഞ്ഞാൽ ബി, ബി എന്ന് പറഞ്ഞാൽ ഈസ് ആം ആർ. ഇത് രണ്ടും ഒന്നാണ്. ഇത് പലർക്കും അറിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ വെറും ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ ഈസ് ആം ആറിനെ കുറിച്ച്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, ഉദാഹരണങ്ങൾ. ഫസ്റ്റ് വൺ ഈസ്. ഓക്കെ, ഈസ്. ഷീ ഈസ് എ ഡോക്ടർ. ഷീ ഈസ് എ ഡോക്ടർ. അവളൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ അവളൊരു ഡോക്ടറാകുന്നു. ഇനി ഇതിൻ്റെ പാസ്റ്റ് ഫോം ഷീ വാസ് എ ഡോക്ടർ. അവൾ ഒരു ഡോക്ടറായിരുന്നു. അവൾ ഒരു ഡോക്ടറായിരുന്നു. ഓക്കെ, വാസ് വന്നു. ഈസ്, വാസ്, രണ്ടും സിംഗുലറാണ്. ഇനി മൂന്നാമത്താണ്, ഇവിടെ ശ്രദ്ധിക്കണം. ഷീ ഹാസ് ബീൻ എ ഡോക്ടർ. ഷീ ഹാസ് ബീൻ എ ഡോക്ടർ. ഞാൻ പറഞ്ഞു ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു, വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു, പെർഫെക്റ്റ് ഫോം ആയിട്ടുണ്ട്. എന്താണ് ആയിട്ടുണ്ട്? പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ആകുന്നു, ആയിരുന്നു, ആയിട്ടുണ്ട്. ഷീ ഹാസ് ബിക്കം എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവൾ ഒരു ഡോക്ടർ ആയിട്ടുണ്ട് എന്നർത്ഥം. എന്നുവെച്ചാൽ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ബിക്കം എന്നാണ്. എന്താണ് ബിക്കം? ബിക്കം, സെക്കൻഡ് ഫോം ബിക്കെയിം, തേർഡ് ഫോം ഓൾസോ സെയിം, ബിക്കം, ബിക്കെയിം, ബിക്കം. ഓക്കെ, ഇവിടെ എന്താണ്? ഷീ ഹാസ് ബിക്കം എ ഡോക്ടർ. അവൾ ഒരു ഡോക്ടറായിട്ടുണ്ട് എന്നർത്ഥം. ഇനി ഇവിടെ ഞാനൊരു എക്സ്ട്രാ വേർഡ് ആഡ് ചെയ്തു, ഹാസ്. എന്താ അതിൻ്റെ കാരണം അറിയോ? അതിൻ്റെ കാരണം വെർബ് തേർഡിൽ നമ്മൾ പറയും പെർഫെക്റ്റ് ഫോം. വെർബ് തേർഡിൽ നമ്മൾ പെർഫെക്റ്റ് ഫോം പറയും. പെർഫെക്റ്റ് ഫോം ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പെർഫെക്റ്റ് ഫോം ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല. എപ്പോഴും ഇതിൻ്റെ കൂടെ എന്ത് വേണം? ഒന്നെങ്കിൽ ഹാവ് വരണം, അല്ലെങ്കിൽ ഹാസ്, അല്ലെങ്കിൽ ഹാഡ്. എന്തൊക്കെയാണ്? ഹാവ്, അല്ലെങ്കിൽ ഹാസ്, അല്ലെങ്കിൽ ഹാഡ്. ഈ മൂന്നിൽ ഒരാൾ എപ്പോഴും പെർഫെക്റ്റ് ഫോമിൻ്റെ കൂടെ വന്നിരിക്കണം. അതാണ് നിയമം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹാസ് ചേർത്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഹാസ് ചേർത്തത്? ഇതിന് കാരണം ഷീ സിംഗുലറാണ്. ക്ലിയർ? സോ വൺസ് മോർ, ഷീ ഈസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവൾ ഒരു ഡോക്ടറാകുന്നു, അല്ലെങ്കിൽ ആണ്. ഷീ വാസ് എ ഡോക്ടർ. അവളൊരു ഡോക്ടറായിരുന്നു. അടുത്താണ് ഷീ ഹാസ് ബീൻ എ ഡോക്ടർ. ഷീ ഹാസ് ബീൻ, ആയിട്ടുണ്ട്. എന്താണ് ആയിട്ടുണ്ട്? തേർഡ് ഫോം. അവളൊരു ഡോക്ടറായിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഷീ ഹാസ് ബിക്കം എ ഡോക്ടർ. ക്ലിയർ? ഇത് പിന്നെ ബീയിങ് ആണ്, ing ഫോം. ഓക്കെ, ഇത് എപ്പോഴും വരില്ല. ഓക്കെ, ഇതിലൊരു പ്രത്യേക റൂൾസ് ഉണ്ട്. നമ്മൾ ഈസ് ആം ആറിൻ്റെ ഈ ഒരു ക്ലാസ്, ഈസ് ആം ആറിൻ്റെ ക്ലാസ് നമ്മൾ ക്ലാസ് 9, 10 and 11 3 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഈസ് ആം ആറിനെ കുറിച്ച് പഠിക്കും. കാരണം ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയുടെ ഫൗണ്ടേഷൻ, അടിത്തറയാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പഠിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ആം. ഓക്കെ, ഐ എം എ ടീച്ചർ. ഐ എം എ ടീച്ചർ. ഐ എം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീച്ചർ ആകുന്നു, അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറാണ്. ഐ വാസ് എ ടീച്ചർ. ഐ വാസ് എ ടീച്ചർ. ഓക്കെ, ആമിൻ്റെ പാസ് ഫോം എന്താണ്? വാസ്. ക്ലിയർ? വാസ്. ഐ വാസ് എ ടീച്ചർ എന്ന് വെച്ചാൽ ഞാനൊരു ടീച്ചർ ആയിരുന്നു. ഇനി മൂന്നാമത്താണ് ഐ ഹാവ് ബീൻ എ ടീച്ചർ. ഐ ഹാവ് ബീൻ എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീച്ചർ ആയിട്ടുണ്ട് എന്നർത്ഥം. ഞാനൊരു ടീച്ചർ ആയിട്ടുണ്ട്. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിക്കം. തേർഡ് ഫോമാണ് ബിക്കം. ഓക്കെ, ഇവിടെ എന്താണ്? തേർഡ് ഫോം. ഓക്കെ, ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി അടുത്തത് ആർ. ആറിന് എക്സാമ്പിൾ. വി ആർ സ്റ്റുഡൻസ്. വി ആർ സ്റ്റുഡൻസ്. ഞങ്ങൾ എന്താണ്? സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഞങ്ങൾ സ്റ്റുഡൻസ് ആകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഇനി ഇതിൻ്റെ പാസ്റ്റ് ഫോം ആറിൻ്റെ വേർ. വി വേർ സ്റ്റുഡൻസ്. ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നു. ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നു, പാസ്റ്റ് ഫോം. ഇനി തേർഡ് ഫോം ആണ് ഇത് ബീൻ. ബീൻ. വി ഹാവ് ബീൻ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ബിക്കം. ഞങ്ങൾ സ്റ്റുഡൻസ് ആയിട്ടുണ്ട് എന്നർത്ഥം. ഞങ്ങൾ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളൊരു കോളേജ് ലെവലിലുള്ള സ്റ്റുഡൻസ് ആയിട്ടുണ്ട് എന്നർത്ഥം. ക്ലിയർ? സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈസ് ആം ആറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈസ് ആം ആർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് കയറി വരണം ബി.
ബി ഫോം, ബി ആണ് ഈസ് എം ആർ ആണ് ബി. അപ്പോൾ ബീൻ്റെ പാസ്റ്റ് ഫോം എന്ന് വെച്ചാൽ ഈസ് എം ആറിൻ്റെ പാസ്റ്റ് ഫോം വാസ് വേർ. ബീൻ്റെ തേർഡ് ഫോം എന്ന് വെച്ചാൽ ഈസ് എം ആറിൻ്റെ തേർഡ് ഫോം. ബീൻ്റെ ഫോർത്ത് ഫോം ഐ എൻ ജി ഫോം എന്ന് വെച്ചാൽ ഈസ് എം ആറിൻ്റെ ഐ എൻ ജി ഫോം. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈസ് എം ആർ ഈ ഒരു 3 വേർഡ് ഉണ്ടായിക്കൊണ്ട്, ഈ ഒരു 3 വേർഡ്സ് ഉണ്ടായിക്കൊണ്ട് ഇതിന് പകരമായിട്ട് അല്ലെങ്കിൽ ഇതിനൊരു വേറൊരു ബി എന്ന പേര് കൊടുക്കാനുള്ള കാരണം, അതിൻ്റെ കാരണം നമുക്ക് വേണം ഐ എൻ ജി ഫോം, കണ്ടിന്യൂസ് ഫോം. ഓക്കെ, ഗോൻ്റെ കൂടെ ഐ എൻ ജി ചേർത്ത് എന്തായി? കണ്ടിന്യൂസ് ഫോം ആയി അല്ലേ? ഗോയിങ് ഐ എൻ ജി ഫോം ആയി. പക്ഷേ ഇവിടെ ഈസിൻ്റെ കൂടെ ഐ എൻ ജി ഫോം ചേർക്കാൻ പറ്റില്ല. ഈസിങ് എന്ന് പറയില്ല. ആമിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കാൻ കഴിയില്ല. ആമിങ് ഇമ്പോസിബിൾ. ഓക്കെ, ആറിൻ്റെ കൂടെ ഐ എൻ ജി ഫോം ആറിങ് ഇമ്പോസിബിൾ. ക്ലിയർ? ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് വേറൊരു പേര് കൊടുത്തത് ബി എന്ന് പറയുന്നത്, BEING. അതുകൊണ്ടാണ് ഇവിടെ ബി കൊടുക്കുന്ന കാരണം ബി. അപ്പോൾ ബീൻ്റെ കൂടെ ഐ എൻ ചേർക്കാൻ കഴിയും. ബീൻ്റെ കൂടെ ഐ എൻ ജി നമുക്ക് ചേർക്കാം. ബീയിങ് എന്താണ്? ഈസ് എം ആറിൻ്റെ. ഓക്കെ, അപ്പോൾ ഈസ് എം ആറിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഈസ് എം ആറിൻ്റെ യഥാർത്ഥ രൂപം, യഥാർത്ഥ പേരാണ് ബി. ഓക്കെ, BEEN. ബി എന്താണ്? ബി എന്ന് പറയുന്നത് ഈസ് എം ആറിൻ്റെ തേർഡ് ഫോമാണ്. BEING എന്താണ്? ഈസ് എം ആറിൻ്റെ കണ്ടിന്യൂസ് ഫോമാണ്, ING ഫോം. ഓക്കെ സ്റ്റുഡൻസ്, ഇനി ഈസ് എം ആറിൻ്റെ യഥാർത്ഥ ഉപയോഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ആൻഡ് പ്ലീസ് ഷെയർ മൈ വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. താങ്ക് യു എവറി വൺ.